സാർ, ഈ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു ആക്രമണം നടന്നു. ശരിക്കും ഒരു വധശ്രമം തന്നെയാണ്. ഇത്തരം ശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ വലതുപക്ഷ രാഷ്ട്രീയക്കാരെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ? തീർച്ചയായിട്ടും വലതുപക്ഷ രാഷ്ട്രീയക്കാരെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് കാലാകാലങ്ങളായിട്ട് ഇടത് ജിഹാദി ലിബറൽ ഗ്ലോബൽ ഇലൂമിനാറ്റി സ്വീകരിച്ചിരിക്കുന്ന നയം. അതായത് അത് വലതുപക്ഷ രാഷ്ട്രീയക്കാരെ മാത്രമല്ല, അവരുടെ കൂടെ നിന്നിട്ട് നയങ്ങൾ മാറ്റുന്നവരെ പോലും അവർ നശിപ്പിക്കാറുണ്ട്. അതായത് അവരുടെ കൂടെ ആയിരിക്കുന്നവർക്ക് പോലും റിസ്ക് ആണ്. അവരേതെങ്കിലും ഒരു കാരണവശാൽ നയം മാറ്റിയാൽ അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും ലിസ്റ്റാണ്. ഇവർ പറയുന്ന ഈ ഇടത് ജിഹാദി ലിബറൽ എക്കോസിസ്റ്റം പറയുന്ന വിശ്വമാനവികത, സഹജീവി സ്നേഹം, സ്നേഹത്തിന്റെ കട, അതുപോലത്തെ എല്ലാ അഭ്യാസങ്ങളും ടക്കിയാണ്. അതായത് യഥാർത്ഥത്തിൽ വലത് രാഷ്ട്രീയമാണ് ശരിയായ രാഷ്ട്രീയം. അക്രമവും കൊലപാതകവും സബോട്ടേജും എല്ലാം ഇടത് രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ആ ഇടത് ജിഹാദി ലിബറൽ എക്കോസിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി അവര് 365 ദിവസം 24 മണിക്കൂറും ഈ സ്നേഹത്തിന്റെ കട പോലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരുടെ വയലൻസിനെ തടഞ്ഞു നിർത്തി. ഇപ്പം അഹിംസ എന്നും പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അഹിംസ പ്രചരിപ്പിച്ച ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. 1912 തുടങ്ങി 1948 വരെ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു ജനസൈഡുകൾ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ വിഭജനം ഉണ്ടാകുകയും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ള ഹിന്ദുക്കളും മറ്റുള്ളവർ മുഴുവൻ കൊല ചെയ്യപ്പെടുകയും ചെയ്ത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഈ ഹിന്ദു ജനോസൈഡ്സ് തുടരുന്നതിന്റെ പ്രധാന കാരണം ഈ അഹിംസ എന്ന് പറഞ്ഞൊരു പരിപാടിയായിട്ട് വന്നതാണ്. യഥാർത്ഥത്തിൽ അഹിംസ എന്ന് പറഞ്ഞ മുദ്രാവാക്യം ശരിക്കും ഉപയോഗിക്കപ്പെട്ടത് പാവങ്ങളായിട്ടുള്ള ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി മാത്രമായിരുന്നു. അല്ലാണ്ട് അഹിംസയ്ക്ക് യാതൊരു പ്രസക്തിയും സ്വാതന്ത്ര്യ സമരത്തിൽ ഇല്ലായിരുന്നു. ഒരു വ്യാജ മുദ്ര. അത് തന്നെയാണ് ഇപ്പം സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഈ സംഭവം. ഇതൊക്കെ തന്നെയാണ്. അതായത് വിക്ടിംസിനെ നേരത്തെ തന്നെ നിരായുധരാക്കുക, നിർവീര്യരാക്കുക, അതിനുശേഷം അവരെ കൂട്ടക്കൊല ചെയ്യുക എന്നുള്ളതാണ് ഈ അഹിംസയും സ്നേഹത്തിന്റെ കടയും. ഈ സഹജീവി സ്നേഹം, വിശ്വമാനവികത, ഈ മേൽപ്പറഞ്ഞ മുദ്രാവാക്യങ്ങളുടെ ഒക്കെ ഉദ്ദേശം സനാതനികളെ ഇല്ലായ്മ ചെയ്യുക, വലതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള അജണ്ടയാണ്. പക്ഷേ അതിനവര് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതാണ് ചില സ്വീറ്റ് മുദ്രാവാക്യങ്ങളും ചില PR വർക്കുകളും ഒക്കെ. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം ഉടനടി തന്നെ ജനോസൈഡ് വരുന്നുണ്ടെന്നുള്ളതാണ്. ലോക ചരിത്രം അങ്ങനെയാണ്. ഈ സ്വീറ്റ് മുദ്രാവാക്യങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഒരു ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. നിഷ്കളങ്കരായിട്ടുള്ള സനാതനികളെ കൂട്ടക്കൊല ചെയ്യാനുള്ള ഒരു 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 സാഹചര്യം ഒരുക്കുക, എന്നിട്ട് അവരെ കുറ്റവാളികളാക്കുക. അതാണ് നമ്മുടെ പാർലമെന്റിൽ ഈയിടെ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. എന്താണ്, ഹിന്ദുക്കളാണ് അക്രമകാരികൾ, ഹിന്ദുക്കളാണ് വിരോധകാരികൾ എന്നൊക്കെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ എഴുന്നേറ്റ് നിന്ന് പാർലമെന്റിൽ പറഞ്ഞതിന്റെ കാര്യം. ആടിനെ പട്ടിയാക്കിയതിനു ശേഷം അതിനെ തല്ലിക്കൊല്ലുക, ആ ഒരു നയത്തിന്റെ ഭാഗമാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രീ ട്രംപിനെതിരെ ബിഡനും ഡെമോക്രാറ്റിക് പാർട്ടിയും വളരെ വികലമായിട്ടുള്ള ആരോപണങ്ങളും തീർത്തും മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ഏകദേശം നാട്ടുകാർക്ക് ഉറപ്പായിരുന്നു ഇദ്ദേഹത്തിനെതിരെ ആക്രമണം വരുമെന്ന്. ട്രംപ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, ബിഡൻ പലസ്തീനിയനാണ്, ഹമാസുകാരനാണെന്ന് ട്രംപ് അത് പറയുകയും ചെയ്തിരുന്നു. അതിന്റെ റിപ്ലൈ ആയിട്ട് ഇയാൾ പലസ്തീൻകാരനാണ്, കാരണം ഹമാസിന്റെ മെന്റാലിറ്റിയാണ് ഇയാൾക്കുള്ളതെന്ന് കൃത്യമായിട്ട് ട്രംപ് അത് പറയുകയും ചെയ്തിരുന്നു. കാരണം അമേരിക്ക പോലൊരു രാജ്യത്ത് സെക്യൂരിറ്റിയുടെ കണ്ണിൽ പെടാതെ ഇത്ര ഈസി ആയിട്ട് ഈ സ്നിപ്പറും റൈഫിളും ഒക്കെ ഉപയോഗിച്ച് വെടിവെക്കുക, അത് കൃത്യമായിട്ട് ട്രംപിന്റെ പുറകിൽ നിന്ന് ഇയാൾ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ കവിളിൽ കൂടെ ഒരഞ്ഞ് കവിളിൽ മുറിവുണ്ടാക്കി ചെവി തുളച്ചാണ് പോയിരിക്കുന്നത്. അത് ട്രംപ് പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ് വീഡിയോ നോക്കി നമുക്ക് മനസ്സിലാവും. അദ്ദേഹം സ്വതസിദ്ധമായിട്ട് ചിലപ്പോൾ ചെരിഞ്ഞ് നിൽക്കാറുണ്ട് പ്രസംഗിക്കുമ്പോൾ, നേരെ അല്ല ട്രംപ് നിൽക്കാറ്. അപ്പൊ ചിലപ്പോൾ പെട്ടെന്നൊരു ചെരിവ് സൈഡിലേക്ക്, നമ്മുടെ മോഹൻലാലിനുള്ള പോലത്തെ ഒരു കുഞ്ഞു ചെരിവ് ട്രംപിനും ഉണ്ട് സംസാരിക്കുമ്പോൾ. ആ ഒരു കവിള് മുറിഞ്ഞ് സൈഡിൽ കൂടെ മുറിഞ്ഞ് ചെവി തുളച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. നാരോ എസ്കേപ്പ് എന്ന് പറയാം. കാരണം തൊട്ടടുത്ത് നിന്ന് ആൾ മരിച്ചു, രണ്ടുപേര് ഗുരുതരമുണ്ട്. കറക്റ്റായിട്ട് ഈ ചെരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം പൊസിഷൻ മാറി, പ്രസംഗത്തിന്റെ ഇടയ്ക്ക് പൊസിഷൻ മാറിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ദൈവാനുഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം സുഖപ്പെട്ടു വന്ന് പ്രസിഡന്റ് ആകട്ടെ, വീണ്ടും പ്രസിഡന്റ് ആകട്ടെ എന്നുള്ളതാണ് ലോകത്തിന്റെ എല്ലായിടത്തിന്റെ ആഗ്രഹം. കാരണം അതുപോലെ ഒരു നല്ല പ്രസിഡന്റിനെ എന്നൊക്കെ പറയുന്നത് ഇനി കിട്ടാനില്ല. അപ്പം ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ 1000 ഇരട്ടി റിസ്ക് ഇന്ത്യയിലെ BJP നേതാക്കന്മാർക്കും NDA നേതാക്കന്മാർക്കും പർട്ടിക്കുലർലി മോഡിജി അടക്കമുള്ള ടോപ്പ് നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരുടെ പ്രാർത്ഥന കൊണ്ടും പൂജകൾ കൊണ്ടും ആണ്, അതുപോലത്തെ ദൈവാനുഗ്രഹം കൊണ്ടും പിന്നെ നമ്മുടെ ഏജൻസികളുടെ മിടുക്കും കൊണ്ടുമാണ്
അവരൊക്കെ ഇപ്പോൾ ആരോഗ്യമായിട്ട് നമ്മളെ ഭരിക്കുകയും ഇന്ത്യയെ നയിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ ഈ സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞ പരിപാടി ശുദ്ധ അക്രമമാണ്. അത് ശരിക്കും ആരാണ് പറഞ്ഞാലേ ഈ മുദ്രാവാക്യം? ഇപ്പം ഡൊണാൾഡ് ട്രംപ് മാത്രമല്ലല്ലോ, നരേന്ദ്രമോദി, പുടിൻ, ഇവരെല്ലാം തന്നെ ചിലരുടെയൊക്കെ നോട്ടപ്പുള്ളികളാണെന്ന് പറഞ്ഞാൽ അതിനെ തെറ്റു പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും വലതുപക്ഷ രാഷ്ട്രീയക്കാരെ എല്ലാം ആദർശപരമായിട്ട് ഇല്ലാണ്ടാക്കാനോ രാഷ്ട്രീയപരമായിട്ട് ജയിക്കാനോ ഒന്നും അല്ല ഈ ഇടതുപക്ഷവും ജിഹാദിയും ഈ ലിബറൽസും പ്രൊസ്റ്റിറ്റ്യൂട്ടുകളും മറ്റേ ഗ്ലോബൽ ഇലൂമിനാറ്റിയും ഒന്നും ശ്രമിക്കുന്നത്. ശാരീരികമായിട്ട് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ആണെങ്കിലും 250ഓളം വളർന്നു വരുന്ന സംഘപ്രവർത്തകരെ നേതാക്കന്മാരെയാണ് ഇല്ലാണ്ടാക്കിയത്. വണ്ടി അപകടം കൊണ്ടും കൊലപാതകം കൊണ്ടും 250 പേരെയാണ് ഇല്ലാണ്ടാക്കിയത്. നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരൊക്കെ ഇന്ന് ഇരുന്നിരുന്നെങ്കിൽ ഈ കേരളത്തിൽ കൊല്ലപ്പെട്ട 250 സംഘത്തിന്റെ നേതാക്കന്മാരും BJP-യുടെ നേതാക്കളും ജീവിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ BJP എത്രത്തോളം സ്ട്രോങ് ആയിരുന്നേനെ. ഇപ്പൊ ഏറ്റവും കഴിവുള്ളവരും വളർന്നു വന്നവരെ ലോക്കലി ഐഡന്റിഫൈ ചെയ്ത് ലോക്കലി തന്നെ അവരെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതേ മെത്തഡോളജി തന്നെയാണ്. വളർന്നു വരുന്ന ആൾക്കാരെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു പരിപാടി തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ അത് പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ അത് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. BJP-ക്കാർ മാത്രമല്ല, ഈവൻ നമ്മുടെ ഒരു വളർന്നു വരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു, GMC ബാലയോഗി, TDP-യുടെ കേന്ദ്രത്തിൽ സ്പീക്കറൊക്കെ ആയിട്ടിരുന്ന അദ്ദേഹത്തെ ആക്സിഡന്റ് ഉണ്ടാക്കി ഇല്ലാണ്ടാക്കുകയാണ് ചെയ്തത്. അതുപോലെ സംശയാസ്പദമായ സാഹചര്യത്തിൽ വളർന്നു വരുന്ന പല നേതാക്കന്മാര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാധവറാവ് സിന്ധ്യ, രാജേഷ് പൈലറ്റ്, നമ്മുടെ CDS ബിപിൻ റാവത്ത് ജി, ഇങ്ങനെ പല ആൾക്കാരും ദുരൂഹമായ സാഹചര്യങ്ങളിൽ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം ഈ ഇടത് ജിഹാദി ചൈന പാകിസ്ഥാൻ അച്ചുതണ്ടിന്റെ ഒരു ഹാൻഡ് ഉണ്ട്. ഇപ്പൊ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആണ് ഇപ്പൊ ഇതിന്റെ പുറകിൽ നിന്നാണ് പുറത്തു വരുന്നത്. ഇപ്പൊ ഈ ഡീപ് സ്റ്റേറ്റുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവരെ ഭരണത്തിൽ വരാൻ അനുവദിക്കത്തില്ല, ഒന്നാൽ കൊന്നുകളയുക എന്നുള്ളതാണ്. അത്രയും വലിയൊരു റിസ്ക്. ഇപ്പൊ 2014 ഇലക്ഷൻ പ്രചരണത്തിൽ മോഡിജി പ്രസംഗിച്ചിരുന്ന ബീഹാറിലെ സ്റ്റേഡിയത്തിൽ ബോംബ് പൊട്ടി. പക്ഷെ അത് അവർക്ക് ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല. 2-3 ടൈം അദ്ദേഹത്തിനെതിരെ ഭീഷണികൾ ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി വർദ്ധിപ്പിക്കേണ്ടി വന്നു. ഇതൊന്നും വേണ്ട, അവരുടെ കൂടെ നിന്നിട്ട് കാല് മാറ്റി ചവിട്ടിയാലും പ്രശ്നം ഉണ്ടാവും. കേരള മുഖ്യമന്ത്രിക്ക് എന്തിനാ ഇപ്പൊ ഇത്രയും സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നത്? അവരുടെ ചില ഐഡിയോളജിയിൽ നിന്നും പുള്ളി മാറി ആണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് കേരള മുഖ്യമന്ത്രിക്ക് ഇത്രയും സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരുന്നത്. അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ചില രാഷ്ട്രീയ മാറ്റത്തിൽ നിന്നും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ നിന്നും ഇപ്പോൾ ഒരിച്ചിരി മാറി, അല്ലെങ്കിൽ ഇപ്പോൾ ഇച്ചിരി മാറിയോന്ന് അവരുടെ ആൾക്കാര് സംശയിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരുന്നത്. നമ്മുടെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വേദിയിൽ വെച്ച് ആ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും ഡൽഹിയിൽ നിന്ന് വന്ന ഒരു ജിഹാദിയും ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു. ആ കേസ് ഇന്നുവരെ അന്വേഷണം എടുത്തിട്ടില്ല. അദ്ദേഹത്തെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു കേരള ഗവർണറെ. അത് ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു ജിഹാദിയാണ്, അവനും ഏതോ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. അപ്പം അത്രയ്ക്കുള്ള ഇൻടോളറൻസ് ആണ്, അസഹിഷ്ണുതയാണ് ഈ ഇടത് ജിഹാദി ലിബറൽ എക്കോസിസ്റ്റം വലതുപക്ഷത്തിനെതിരെ പുലർത്തുന്നത്. രാജ്യാന്തര തലത്തിൽ ഈ വലതുപക്ഷ നേതാക്കൾ വളർന്നു വരുന്നത് ഇവരുടെ ചില ലക്ഷ്യങ്ങൾ, അല്ലെ ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്ന ആസൂത്രിതമായ നീക്കങ്ങൾ ഇതിനൊക്കെ തകർക്കുന്നു എന്ന് ഇവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണോ? അതെ, അതായത് ഈ വലതുപക്ഷ നേതാക്കന്മാരെന്ന് പറയുന്നത് 1 by 1 കോറാണ്. വളരെ അപൂർവമായിട്ട് വലതുപക്ഷത്തെ നേതാക്കന്മാർ ഉയർന്നു വരാറുള്ളൂ. അപ്പൊ അവരുടെ അത് കാലാന്തരങ്ങളിൽ സംഭവിക്കുന്നത്. അപ്പൊ അവരെ എയർലി ആയിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു നയമാണ്. അവരെ നേരത്തെ തന്നെ ഇല്ലാണ്ടാക്കുക. അവർ അധികാരത്തിൽ വന്നാൽ ഇവർ നൂറ്റാണ്ട് കാലം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പല അജണ്ടകളും പൊളിയും. അതുകൊണ്ട് ഈ വലതുപക്ഷ നേതാക്കന്മാരെ മുൻകൂട്ടി കണ്ട് ഇല്ലാണ്ടാക്കുക എന്നുള്ള നയം കാലാകാലങ്ങളായിട്ട് ഉണ്ട്. ഒന്നുകിൽ അവരെ ഭരണത്തിൽ നിന്നും എന്തെങ്കിലും കഥയുണ്ടാക്കി അട്ടിമറിക്കുക. അതാണ് ഇവിടെ ബ്രസീലില് ജെയിംസ് ബൊൽസനാരോ എന്ന് പറയുന്ന ലീഡർക്ക് സംഭവിച്ചത്. അദ്ദേഹത്തെ കള്ളത്തരം. അതുപോലെ ബ്രസീലില് മറ്റേ ഒരു കമ്മ്യൂണിസ്റ്റിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. ഇത് തന്നെയാണ് ഋഷി സുനാക്ക്, ബ്രിട്ടനെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ അട്ടിമറിച്ചു. ഫ്രാൻസില് ന്യായമായിട്ടും ഇലക്ഷൻ നടന്ന അധികാരത്തിൽ വരേണ്ടിയിരുന്ന വലതുപക്ഷ നേതാവിനെ ഇവർ അഡ്ജസ്റ്റ്മെന്റ് വോട്ടിംഗ് നടത്തി പുറത്തു നിർത്തി. ചിലര് ഇലക്ഷൻ വഴി തോപ്പിക്കാവുന്നത് ഇലക്ഷൻ വഴി തോപ്പിക്കുന്നു, അതല്ലെങ്കിൽ ശാരീരികമായിട്ട് ഇല്ലാണ്ടാക്കുന്നു, അല്ലെ പാർട്ടിക്കകത്ത് തന്നെ സ്പ്ലിറ്റ് ഉണ്ടാക്കി അതിനെ പുറത്തുന്നു. അങ്ങനെ പല അടവുകളാണ് ചെയ്യുന്നത്. എന്താണേലും ഇപ്പൊ സംഭവിച്ച വലിയ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ്. ട്രംപിന് നേരെയുള്ള ആക്രമണം എന്ന് പറയുന്നത് ലോക മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിന് സമാനമായ ആക്രമണം ഉണ്ടായത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണ്. അതായത് ഏകദേശം ഒരു 45 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. ജോൺ പോൾ 2 മാർപ്പാപ്പയെ ടർക്കി ഭീകരനായിട്ടുള്ള മുഹമ്മദ് അലി അക്ക എന്ന് പറയുന്ന ഒരു ഇക്ക ആക്രമിച്ചു.
അദ്ദേഹത്തിന്റെ കുടലിലാണ് വെടിയേറ്റത്. അദ്ദേഹം 1 മാസം ആശുപത്രിയിലായി. എങ്ങനെയാലും അന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം പിന്നെ ദീർഘകാലം ജീവിച്ചു. അപ്പൊ അതിന് സമാനമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പം നടന്നിരിക്കുന്നത്, ട്രംപിനെതിരെ നടന്നിരിക്കുന്നത്. അതില് ഇപ്പൊ അമേരിക്ക ആയതുകൊണ്ട് കൊലപാതകയെ കൊന്നു, അന്വേഷണം അവന്മാരെ അട്ടിമറിക്കും. ഇത് സത്യമൊന്നും പുറത്തു വരാൻ പോകുന്നില്ല, ഇതാരും ആലോചിച്ചെന്നുള്ളതൊന്നും പുറത്തു വരാനൊന്നും പോകുന്നില്ല. ബട്ട് ഇതൊരു വലിയ മുന്നറിയിപ്പാണ്, ഇന്ത്യക്ക് മുന്നറിയിപ്പാണ്, വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് മുന്നറിയിപ്പാണ്. കാരണം നിയന്ത്രണം വിട്ട അവസ്ഥയിലാണ് ഇടത് ജിഹാദി ലിബറൽ എക്കോസിസ്റ്റം. അവര് എന്ത് അക്രമത്തിനും മുതിരും. ഇതിനകത്ത് കൃത്യമായ ഒരു വാണിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്, ഇലക്ഷൻ വന്നിട്ട് 1 മാസമായി, ഇന്ത്യയിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. അപ്പോ കഴിഞ്ഞ 1 മാസമായിട്ട് ഈ ഇന്ത്യയുടെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അവരുടെ അനുയായികളും അവരുടെ IT എക്സ് ഹാൻഡ്ലേഴ്സും അവരുടെ സപ്പോർട്ടേഴ്സും പറയുന്നത് 6 മാസത്തിനകം ഇന്ത്യയിൽ ഗവൺമെന്റ് മാറും, 6 മാസത്തിൽ കൂടുതൽ ഇല്ല. അതിന്റെ അർത്ഥം എന്താ? ഭൂരിപക്ഷം ഗവൺമെന്റിന് ഉണ്ട് താനും. അതിന്റെ അർത്ഥം കൃത്യമായിട്ട് അത് നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യും. നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യും, ഇന്ത്യയുടെ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള കൃത്യമായ മെസ്സേജ് തന്നെയാണ് അവർ അനുയായികൾക്കും അവരുടെ ആൾക്കാർക്കും കൊടുക്കുന്നത്. ഞങ്ങൾ ഭരണകൂടത്തെ അട്ടിമറിക്കും, അല്ലെങ്കിൽ ഭരണാധികാരിയെ ഇല്ലാണ്ടാക്കും എന്നുള്ള മെസ്സേജ് തന്നെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഒക്കെ കൊടുക്കുന്നത്. അതിനൊരു കാരണം അവരുണ്ടാക്കുകയാണ് നേരത്തെ. അതായത് നിങ്ങൾ കുറ്റവാളികളും വിരോധികളും നിങ്ങൾ അക്രമികളും ദുഷ്ടരും ആയതുകൊണ്ട് ഞങ്ങളുടെ സ്നേഹത്തിന്റെ കടയിലൂടെ ഞങ്ങൾ നിങ്ങളെ ഇല്ലാണ്ടാക്കുന്നു. അപ്പൊ സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകളെ നന്നായി തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ നയം, ഇതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ ചെയ്യുന്നത്. അല്ല, ഈ ബിഡൻ എന്തുവാ ചെയ്തുകൊണ്ടിരുന്നത്? ബിഡനും അവിടെ കഴിഞ്ഞ 4 വർഷമായിട്ട് സ്നേഹത്തിന്റെ കടയായിരുന്നു. എല്ലാം ഫ്രീ, മൊത്തം കിറ്റ് അത് ഇത് എല്ലാം ഫ്രീ. ആരും ഇത് കൊടുക്കണേ, എന്തെല്ലാം പ്രോമിസ് ആയിരുന്നു. കൂട്ടെ എല്ലാവർക്കും വിസ കൊടുക്കുന്നു, എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, ഇൻഷുറൻസ് കൊടുക്കുന്നു. അങ്ങനെ ഒന്നും കൊടുത്തില്ല. ഈ വായ്ത്താരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 വർഷം കൊണ്ട് ഭരണം അവിടെ പൊളിഞ്ഞു. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മോശമായി. യുദ്ധം നടത്തി ഇവർക്ക് മിച്ചം ഉണ്ടായിരുന്ന പൈസ ഉക്രൈനിലും ഇസ്രായേലിലും കൊണ്ടുപോയി അത് പൊടിച്ചു. അങ്ങനെ മൊത്തം ഇവിടുത്തെ ഇന്ത്യ അലയൻസ് പോയത് തന്നെ തൊലഞ്ഞു നാറി കഴിഞ്ഞ അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. ഇയാൾ എങ്ങനെയെങ്കിലും ഈ നവംബറിൽ ഒന്ന് പോയാൽ മതി, ഇനിയിപ്പം 4 മാസവും കൂടെ ഉള്ളൂ. അപ്പൊ ഈ 4 മാസം കൊണ്ട് ബിഡൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്ന് അമേരിക്കക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് തിരിച്ചു വന്നാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ UPA ഭരിക്കുന്ന ഇന്ത്യ അലയൻസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലും ഏകദേശം ജനങ്ങൾക്ക് ആ ഒരു ബോധ്യം വന്നു കഴിഞ്ഞു. കാരണം ഈ വ്യാജ വാഗ്ദാനങ്ങൾ കൊണ്ട് മൊത്തം കള്ളത്തരമായിരുന്നു എന്നുള്ളത്. ഈ സ്നേഹത്തിന്റെ കട എന്ന് പറയുന്നതിന്റെ അകത്തെ അതിന്റെ പുറകിൽ അതൊരു മാസ്ക് ആണ്. സ്നേഹത്തിന്റെ കട എന്ന് പറയുന്ന ഒരു മാസ്ക് ആണ്. അത് ദുഷ്ടതയുടെ കടയാണ്, വയലൻസിന്റെ കഥ ഇതാണ്, അക്രമത്തിന്റെ കടയാണത്, ടക്കിയാണ്. അപ്പൊ ഈ സ്നേഹത്തിന്റെ കടയും അതിന്റെ പുറകിലുള്ള അജണ്ടകളും ഒരു പ്രത്യേകമായിട്ട് ടീമിനെ വെച്ച് NIA അന്വേഷിക്കണം. ഈ ഗവൺമെന്റ് 6 മാസം കഴിയുമ്പോൾ മാറും എന്ന് പറയുന്നതിന്റെ അകത്തെ കള്ളത്തരവും അതിന്റെ അകത്ത് എന്താണ് ഇവര് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഏത് നേതാവിനെയാണ് ഇല്ലാണ്ടാക്കാൻ പോകുന്നത്, എന്താണ് ഇവരുടെ അട്ടിമറി. അല്ല, ഇവര് ഇപ്പോ റെയിൽവേയിൽ അട്ടിമറി നടത്തുന്നു, കാശ്മീരിൽ ടെററിസം റീസ്റ്റാർട്ട് ചെയ്യുന്നു, ഈ നോർത്ത് ഈസ്റ്റിൽ അക്രമം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള പരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പം തമിഴ്നാട്ടിലെ BSPയുടെ ഒരു ദളിത് ക്രിസ്ത്യൻ നേതാവിനെ ഒരു കാരണവും ഇല്ലാണ്ട് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുന്നത്, അദ്ദേഹം പണിയിപ്പിക്കുന്ന വീടിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല മിടുക്കനായ ഒരു നേതാവിനെ അദ്ദേഹത്തെ ഇപ്പൊ BJP ആയിട്ടൊക്കെ അവർക്ക് വ്യത്യാസമുണ്ട്, അവർ വേറെ ഇതാണ്, പക്ഷെ ഒരാളെ കൊന്നിട്ട് ഡെമ്മി പ്രതികള് 1 മണിക്കൂറിനകം കീഴടങ്ങുന്നു. അപ്പൊ ഒറിജിനൽ പ്രതിയെ പിടിക്കണമെന്നും പറഞ്ഞ് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ എന്ത് ചെയ്യുന്നു, അവനെ എൻകൗണ്ടറിൽ, ഒറിജിനൽ പ്രതി എന്ന് സംശയിക്കപ്പെടുന്നവനെ എൻകൗണ്ടറിൽ തട്ടുന്നു. അവൻ ഒറിജിനൽ ആണോ അല്ലോ എന്നറിയത്തില്ല, ഒറിജിനൽ പ്രതിയാണെന്ന് പറയപ്പെടുന്നു. ഒരുത്തിനെ എൻകൗണ്ടറിൽ തട്ടുന്നു. അതോടെ അന്വേഷണവും തീർന്നു, തെളിവും തീർന്നു. അങ്ങനെ ആ പരിപാടി തീർന്നു. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ ഇടത് ലിബറൽ ജിഹാദി എക്കോസിസ്റ്റം ഈ ഡെമോക്രാറ്റുകളും അമേരിക്കയിലെ ഡെമോക്രാറ്റുകളും ഒരേ ഐഡിയോളജിക്കാരാണ്. ഇവിടെ അവർ ഇന്ത്യ അലയൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. സമീപകാലത്ത് ജോൺ എഫ് കെന്നഡിക്ക് ശേഷം ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ട്രംപ്. വേറെ ഒരു പ്രസിഡന്റും അത്രയും കൈൻഡ് ആയിട്ട് നമ്മളോട് ബിഹേവ് ചെയ്തിട്ടില്ല, ഇന്ത്യക്കാരോട് അത്രയും നല്ല രീതിയിൽ ഗവൺമെന്റിനോട് കോപ്പറേറ്റ് ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് ട്രംപാണ് നമുക്ക് എല്ലാ രീതിയിലും ടെക്നോളജി തരാനും ആയുധം തരാനും ഗാൽവനിൽ ചൈനയെ ആക്രമിച്ചപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തത് ശ്രീമാൻ ട്രംപാണ്. ഈവൻ കോവിഡിന്റെ കാലത്തും ഇന്ത്യക്ക് അവർ സഹായമായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റിനെ, മുൻ പ്രസിഡന്റിനെ ആക്രമിക്കുന്ന പോലെ മാത്രമല്ല, അത് ഇന്ത്യക്കെതിരെയുള്ള ഒരു ആക്രമണമാണ്. ചിലപ്പോൾ ഇന്ത്യൻ നേതാക്കന്മാരെ വധിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം തീർത്തതുവരെ ആകാം.
അതുകൊണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു കോറിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ മോഡിജിയോടും ട്രംപിനോടും ഒരേപോലെ അടുപ്പം പുലർത്തുന്ന വേറൊരു നേതാവുണ്ട്, പുടിൻജി. അദ്ദേഹം ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെയും പല അറ്റംപ്റ്റുകൾ അവിടെ നടന്നിരുന്നു. പക്ഷെ അതൊന്നും അധികം പുറത്തു വന്നിട്ടില്ല. അവിടെ 1-2 ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വലതുപക്ഷ നേതാക്കന്മാര് അത് ബൂത്ത് ലെവലിലുള്ള നേതാവാണെങ്കിലും ദേശീയ നേതാവാണെങ്കിലും അന്താരാഷ്ട്ര നേതാവാണെങ്കിലും അവർ സൂക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റ് കൃത്യമായ നിയമങ്ങൾ നേതാക്കന്മാരുടെ സുരക്ഷയ്ക്കും അണികളുടെ സുരക്ഷയ്ക്കും, നേതാക്കന്മാർക്ക് മാത്രം പോരാ, അണികൾക്കും സുരക്ഷ വേണം, അണികളുടെ സുരക്ഷയ്ക്കും കൃത്യമായ നിയമം ഉണ്ടാക്കണം. മാത്രമല്ല, വേറൊരു കാര്യം, ഈ ഇതുപോലത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളും ഇതുപോലത്തെ റിവെഞ്ച് കില്ലിങ്സും നടക്കുമ്പോൾ ഈ പ്രതികളെ സൂത്രത്തിൽ ഊരി വിടുന്ന ഒരു ചുമതല പലപ്പോഴും കോടതികൾ നിർവഹിക്കുന്നുണ്ട്. ചെറിയ ശിക്ഷ കൊടുക്കുക, സൂത്രത്തിൽ ഊരി വിടുക, തെളിവ് പോയാ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതിനെതിരെ കൂടെ ഈ കുറ്റവാളിക്ക് കോടതി ഊരി വിടാണ്ടിരിക്കാനുള്ള ചില നിലപാടുകളും ചില കാര്യങ്ങളും ഒക്കെ ഗവൺമെന്റ് ചെയ്യേണ്ടതുണ്ട് ഉടനടിയായിട്ട്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി വധിക്കപ്പെടുന്നു ഇതുപോലെ ഭരണത്തിൽ നിന്നും പോയിട്ട് തിരിച്ചു ഭരണത്തിൽ വരാൻ ശ്രമിക്കുന്നതിനിടയിലാണ്. ട്രംപിനെ പോലെ തന്നെ ഇങ്ങനെ ഒരു സിമിലാരിറ്റി ഉണ്ട്. വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ലോകമെമ്പാടും നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങളെ ഏറെ ഗൗരവത്തോടുകൂടി തന്നെ രാജ്യങ്ങളെല്ലാം നോക്കിക്കാണുന്നു പ്രതീക്ഷിക്കാം. എന്തായാലും ട്രംപിന് നേരെയുണ്ടായ അക്രമം നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇത്തരം വിഷയങ്ങൾ ഇനി പ്രതി പിടിയിലാവും, അല്ലെങ്കിൽ ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ അത് ചർച്ച ചെയ്യണം. പക്ഷെ നിയമനിർമ്മാണവും സുരക്ഷിതത്വവും ഇന്ത്യയിൽ എമർജൻസി ആയിട്ട് വർദ്ധിപ്പിക്കണം. ഇല്ലെങ്കിൽ പലരും ഇതുപോലെ തോക്കുമായിട്ടൊക്കെ ചാടും, ബോംബുമായിട്ടും ഒക്കെ ചാടും. കാരണം അതുകൊണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധ ഈ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ശക്തമായ നിയമങ്ങൾ വരണം. പ്രതികളെ രക്ഷിച്ചു വിടുന്ന കോടതികളെയും നിയന്ത്രിക്കണം. പ്രതികളെ ഈ കുറ്റവാളികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഇന്ത്യൻ പ്രതിപക്ഷത്തിനെയും നിയന്ത്രിക്കണം. കുറ്റവാളിയെ ശിക്ഷിക്കാതെ ഊരിവിടുന്ന കോടതികളെയും നിയന്ത്രിക്കാനുള്ള നിയമം പാർലമെന്റ് കൊണ്ടുവരണം എന്നാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.